പോൾ സാറിനെ കുട്ടിക്കാലത്ത് കണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ കേട്ട് അന്ന് ഈ ജനകീയ കളക്ടർ എന്ന് പറയുമ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ബാബുപോൾ സാറിൻ്റെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് തന്നെ നമുക്കൊക്കെ ഇങ്ങനെ കോരിത്തരിപ്പിക്കുന്ന ഒരു സാന്നിധ്യമായിരുന്നു. സഫാരി സൂട്ടൊക്കെ ഇട്ട് അദ്ദേഹം വന്ന് നിന്ന് പ്രസംഗിക്കുമ്പോഴേക്കും ഭയങ്കര ഒരു സംഭവമായിരുന്നു. അപ്പോൾ അന്ന് ഞാനിങ്ങനെ എന്നെങ്കിലും അതുപോലെ ആകണം എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വരുന്നത് അന്നാണ് ശരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്നൊരു സമ്മാനം വാങ്ങിക്കാനും പ്രസംഗം കേൾക്കാനും ഒക്കെ സാധിച്ച ഒരു അവസരത്തിൽ. അപ്പോൾ ആ സമയത്ത് ശരിക്കും IAS എന്നുള്ള ആ 3 അക്ഷരങ്ങളുടെ എന്താ പറയുക എക്സ്പാൻഷൻ പോലും എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം അത്രയ്ക്ക് കുട്ടിയായിരുന്നു. പക്ഷെ അതുപോലെ ആകണം, അതുപോലെയൊക്കെ പ്രസംഗിക്കാൻ പറ്റണം, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു പ്രഭയുണ്ടല്ലോ, അതിങ്ങനെ മനസ്സിൽ ഏഷ്യത് ആ ഒരു ദിവസമായിരുന്നു. അപ്പോൾ അന്നു മുതലാണ് IAS എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് അന്വേഷിക്കാനുള്ളൊരു ത്വരയിൽ നമ്മൾ നടക്കുന്നത്. അന്നും ഇത് നമുക്ക് പ്രാപ്യമാണെന്നൊന്നും നമുക്കറിയില്ല. കാരണം ഒരു വളരെ സാധാരണ മധ്യവർഗ കുടുംബത്തിൽപ്പെട്ട ഒരു ആളെന്നുള്ള നിലയിൽ നമ്മുടെ ഇപ്പോൾ അറിയാവുന്ന നമ്മുടെ ബന്ധുക്കളോ ബന്ധുമിത്രാദികൾ എന്നുള്ള ഒരു വലയം നമ്മൾ എടുക്കുമ്പോൾ അതിലൊന്നും എന്താ പറയുക അടുത്തിടപഴകാവുന്ന ഒരു ഡോക്ടറോ ഒരു IAS ഒന്നുമില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് എത്തിപ്പെടാവുന്ന ഒരു ദൂരമാണോ ഇതിലേക്കൊന്നും നമുക്ക് ആ സമയത്തൊന്നും അറിയില്ല. അപ്പം അങ്ങനെ പഠിച്ചു വന്നപ്പോൾ പിന്നെ എനിക്ക് ശാസ്ത്രം ഭയങ്കരമായിട്ട് ഒരു അഭിനിവേശം തോന്നിയ ഒരു മേഖലയായിരുന്നു. പ്രത്യേകിച്ചും ബയോളജി വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ ഒരു വിഷയത്തിലേക്കുണ്ടായ ഒരു അഭിനിവേശമാണ് ശരിക്കും MBBSലേക്ക് എന്നെ കടത്തിവിടുന്നത്. അപ്പോൾ അതിനോടൊപ്പം ഈ പറയുന്നൊരാഗ്രഹം മനസ്സിൽ അന്നേ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി സാഹചര്യങ്ങളെല്ലാം ഈ പറയുന്ന പോലെ നമുക്ക് അത്രയും ആഴത്തിലൊരു ലക്ഷ്യമുണ്ട്, ഒരു അഭിലാഷം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രപഞ്ചം ഇങ്ങനെ പല രീതികളിൽ നമ്മളെ അതിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ പോളോ കൊയ്ലോയുടെ ഒരു റെവലേഷൻ തന്നെയാണ് ശരിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.